നോക്കിയയുടെ നോക്കിയ X30 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 49,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ X30 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ IP67 റേറ്റിംഗ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗും ഈ ഫോണിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. 100% റീസൈക്കിൾ ചെയ്തിട്ടുള്ള അലൂമിനിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയെ വരുന്നുള്ളൂ, ഗ്ലാസ് ബാക്ക് ബോഡി ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും 65% റീസൈക്കിൾ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കൺസേണിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 കൊല്ലത്തെ മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു ഫീച്ചർ നമ്മൾ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇപ്പം വരുന്നൊരു ഫോണിൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്നുള്ളത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേനെ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് 13 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ ബാക്കിൽ ക്യാമറയുടെ മുകളിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ DX+ ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ, ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലൗഡി ബ്ലൂവും അതുപോലെ തന്നെ ഐസ് വൈറ്റും. പിന്നെ ഈ ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇന്റേണലും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 നിറ്റ്സ് ആണ്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ബാറ്ററിയുടെ കാര്യം. 4200 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് മാത്രം മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ Type-C ചാർജിങ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം അതും കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 49,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറല്ല സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. പക്ഷേ ഈ ഒരു ഫോണ് 49,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പോലുള്ള പ്രോസസ്സറൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.
എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ശരിക്കും നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LPDDR4Xന്റെ റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. 49,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ മിനിമം LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അതും നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു ഈ ഫോണിൻ്റെ വില വരുന്നത് 48,999 രൂപയാണ്. ഫെബ്രുവരി 20 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. Nokia.com വഴി ഫോൺ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നോക്കിയയുടെ കംഫർട്ട് ഇയർബഡ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാർജറും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എത്ര കാലം ഈ ഒരു ഓഫർ ഉണ്ടാവും എന്നുള്ള കാര്യം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും വില അത്യാവശ്യം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Nokia X30 5G എന്ന ഫോണിൽ IP67 റേറ്റിംഗും അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷനും പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ 3 കൊല്ലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വില അത്യാവശ്യം നല്ലോണം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 695 പോലുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് അതിന് മാത്രം മികച്ചൊരു സെറ്റപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും വില അത്യാവശ്യം നല്ലോണം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുമ്പം. അപ്പം ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും Nokia X30 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.